ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ CPM-ൽ ഭിന്നത രൂക്ഷം. വാർഡ് മെമ്പർ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നും സൂചന. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPIM അംഗം കോൺഗ്രസിന് വോട്ട് ചെയ്ത സംഭവത്തിൽ തുടർ നടപടിക്രമങ്ങൾ CPIM നേതൃത്വം കൈക്കൊള്ളാത്തതിനാലാണ് കടുത്ത അതൃപ്തി പുകയുന്നത്. 24 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ LDF-ൽ നിന്നും UDF-ൽ നിന്നും 12 വീതം അംഗങ്ങൾ വിജയിച്ചുവന്ന് ഒപ്പത്തിനൊപ്പമാവുകയും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPM-ലെ 16-ാം വാർഡ് മെമ്പറായ PN രാമചന്ദ്രൻ UDF-ന് വോട്ട് നൽകി T ഗോപാലകൃഷ്ണനെ പ്രസിഡന്റാക്കുകയും തുടർന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF-ന്റെ കൈകളിൽ എത്തുകയുമുണ്ടായി. തുടർന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും രാമചന്ദ്രനെ പുറത്താക്കുകയും ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. വോട്ട് മാറ്റി നൽകി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF-ന് നൽകിയ സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും പല കോണിൽ നിന്നും മൊഴികളടക്കമെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗമടക്കം രാമചന്ദ്രൻ വഹിച്ച എല്ലാ സ്ഥാനത്തു നിന്നും പാർട്ടി പുറത്താക്കിയിട്ടും CPIM ഭരിക്കുന്ന വെങ്ങാനല്ലൂർ സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി രാമചന്ദ്രൻ ഇപ്പോഴും തുടരുകയാണ്. ഗുരുതര പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളെ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റാത്തത് ചേലക്കരയിലെ CPM-ന്റെ ഇരട്ടത്താപ്പാണെന്നും ആക്ഷേപമുണ്ട്. അബദ്ധത്തിൽ വോട്ട് മാറി ചെയ്തതല്ല എന്ന് പാർട്ടി നേതൃത്വവും CPIM ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ MV മനോജ് കുമാറും മുതിർന്ന ജനപ്രതിനിധിയായ എല്ലിശ്ശേരി വിശ്വനാഥനും അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞതാണ്. എന്നാൽ തുടർന്നുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും നടപടിയും വൈകുന്നതിലും വെങ്ങാനല്ലൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് രാമചന്ദ്രനെ മാറ്റാത്ത സംഭവവും വിരൽ ചൂണ്ടുന്നത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ CPIM അംഗം വോട്ട് നൽകി UDF-നെ അധികാരത്തിൽ എത്തിച്ചത് എന്ന സംശയവും ബലപ്പെടുകയുമാണ്. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിലാണ് അന്വേഷണ കമ്മീഷന് മുൻപിലുണ്ടായ സംഭവങ്ങളിലെ അഭിപ്രായവും സംശയങ്ങളും തുറന്നു പറഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ CPIM ജനപ്രതിനിധി ഇപ്പോൾ അസംതൃപ്തി അധികരിച്ച കടുത്ത തീരുമാനത്തിലേക്ക് ഒരുങ്ങുന്നത്. പാർട്ടിയിലെ ഭിന്നത ഉടലെടുത്ത പ്രശ്നം ഉടൻ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.